നമ്മളിൽ ഭൂരിഭാഗം പേരും ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളായ ഫ്ലിപ്കാർട്ടും മിന്ത്രയിൽ ഒക്കെ നമ്മൾ സാധനങ്ങൾ മേടിക്കാറുണ്ട് അല്ലേ. നമ്മൾ മേടിച്ചു കഴിഞ്ഞ സമയത്ത് നമ്മൾ പേയ്മെന്റ് നടത്തുവാൻ വേണ്ടി നമ്മൾ വ്യത്യസ്തരമായ പേയ്മെന്റ് ഓപ്ഷൻസ് ഉപയോഗിക്കാറുണ്ട്. അതിൽ ഇന്റർനെറ്റ് ബാങ്കിങ് സൗകര്യമുണ്ട്, ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും വെച്ച് പേയ്മെന്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇപ്പം പുതുതായിട്ട് UPI ആപ്ലിക്കേഷൻ വഴി പേയ്മെന്റ് നടത്താനുള്ള സൗകര്യങ്ങളുമുണ്ട്. ഇതിൽ തന്നെ നമ്മൾ ഭൂരിഭാഗം പേരും എന്ത് ചെയ്യും, ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടൊക്കെ പേയ്മെന്റ് ചെയ്യും. ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും വെച്ച് പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ ആ കാർഡിന്റെ നമ്പർ, നമ്മളെ പുറകിലിരിക്കുന്ന CVV നമ്പർ, അതുപോലെ നമ്മൾ ATMന്റെ പിന്നെ പണ്ട് കാലങ്ങൾ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ വരുന്ന OTP ആണ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മളോട് ഫ്ലിപ്കാർട്ടും ആമസോണൊക്കെ പറയുമല്ലേ, ആ നമ്പർ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ATM കാർഡിന്റെ നമ്പർ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പ്രാവശ്യം പേയ്മെന്റ് ചെയ്യുമ്പോൾ ഇത്രയും വലിയൊരു ഡിജിറ്റ് വീണ്ടും നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കണ്ട. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യുക, നമ്മൾ പറയും ഓക്കെ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോ, അടുത്ത പ്രാവശ്യം നമ്മൾ പേയ്മെന്റ് നടത്തുമ്പോൾ നമ്മൾ ജസ്റ്റ് CVV നമ്പറും അതുപോലെ നമുക്ക് വരുന്ന OTPയും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ മതി. അപ്പോൾ ഇത്രയും കാലം നമ്മൾ എങ്ങനെയാണ് പേയ്മെന്റ് നടത്തിക്കൊണ്ടിരുന്നത്, നിങ്ങൾ സേവ് ചെയ്ത് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഡെബിറ്റ് കാർഡ് നമ്പർ, ക്രെഡിറ്റ് കാർഡ് നമ്പർ ഇങ്ങനെ ഷോപ്പിംഗ് സൈറ്റുകളിലും അതുപോലെ വേറെ ഏതെങ്കിലും പേയ്മെന്റ് സൈറ്റുകളിലൊക്കെ സേവ് ചെയ്ത് വെച്ചത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മുടെ ഡെബിറ്റ് കാർഡിൻ്റെയും ക്രെഡിറ്റ് കാർഡിൻ്റെയും നമ്പേഴ്സൊക്കെ സേവ് ചെയ്ത് വെച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ ഈ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകൾ ഏതെങ്കിലും ഒന്ന് ഹാക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് ആലോചിച്ചിട്ടുണ്ടോ? അതായത് നമ്മുടെ അഡ്രസ്സ്, നമ്മുടെ മൊബൈൽ നമ്പർ, നമ്മളെ ATM കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഹാക്കേഴ്സിൻ്റെ കയ്യിലെത്തും. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അത് വളരെ വലുതായിരിക്കും ഉണ്ടാവാൻ പോകുന്ന ഭവിഷ്യത്ത്. അപ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാൻ ഇങ്ങനെ കാർഡ് നമ്പർ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും ഹാക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാലും, അതായത് എപ്പോഴെങ്കിലും ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകൾ ഹാക്കേഴ്സ് ഹാക്ക് ചെയ്താലും നമ്മൾക്കൊന്നും നമ്മുടെ ATM കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ അവരുടെ കയ്യിൽ എത്തിപ്പെടാതിരിക്കാനുള്ള എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? 2022 ഒക്ടോബർ 1 മുതൽ പുതിയ സംവിധാനമായ കാർഡ് ടോക്കണൈസേഷൻ എന്ന് പറഞ്ഞൊരു സംവിധാനത്തിലേക്ക് എല്ലാ ഷോപ്പിംഗ് സൈറ്റുകളും അതുപോലെ എല്ലാ പേയ്മെന്റ് സൈറ്റുകളും കാർഡ് നമ്പർ സേവ് ചെയ്യുന്ന ATM കാർഡ്, അതായത് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് ഒക്കെ സേവ് ചെയ്യുന്ന എല്ലാ സൈറ്റുകളും കാർഡ് ടോക്കണൈസേഷൻ എന്നുള്ള ഒരു സംഭവത്തിലേക്ക് മാറണമെന്ന് റിസർവ് ബാങ്ക് പുറപ്പെടുവിച്ചു കഴിഞ്ഞു. അതിന് പ്രകാരം ഈ ഒക്ടോബർ 1 മുതൽ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകൾക്കും അതുപോലെ ഒരു പേയ്മെന്റ് സംവിധാനങ്ങൾക്കും കാർഡ് സേവ് ചെയ്യുന്ന ഒരു പേയ്മെന്റ് ഈ കാർഡ് ഇഷ്യൂ ചെയ്യുന്ന ബാങ്കുകൾക്കും അതുപോലെ കാർഡ് ഇഷ്യൂ ചെയ്യുന്ന വിസ, മാസ്റ്റർ, റൂപേ അവരുകൾക്കും അല്ലാതെ വേറൊരു സംവിധാനത്തിനും കാർഡ് നമ്പർ ഒറിജിനലായിട്ട് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എടുത്തു കളഞ്ഞു. അപ്പോൾ എന്താണ് കാർഡ് ടോക്കണൈസേഷൻ, എങ്ങനെയാണ് കാർഡ് ടോക്കണൈസേഷൻ വർക്ക് ചെയ്യുന്നത്, എന്താണ് കാർഡ് ടോക്കണൈസേഷൻ ചെയ്താലുള്ള ഗുണങ്ങൾ എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിൽ സാധനം വാങ്ങിക്കുമ്പോൾ ബിൽ പേയ്മെന്റ് നടത്താൻ കാർഡ് ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ അവർ ചോദിക്കും അല്ലേ, കാർഡ് ടോക്കണൈസ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടൊരു ടിക്ക് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു. അവിടെ നമ്മൾ ടിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുത്താൽ നമ്മൾ കാർഡ് ടോക്കണൈസ് ചെയ്തിട്ടാണ് അവർ സേവ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ഇത് കാർഡ് ടോക്കണൈസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതായത് കാർഡ് ടോക്കണൈസേഷൻ നടക്കുന്നത് നമ്മൾ എൻ്റർ ചെയ്യുന്ന കാർഡ്, നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത കാർഡും അതുപോലെ നമ്മുടെ ഏത് സൈറ്റിൽ നിന്നാണോ, അതായത് ആമസോൺ, മിന്ത്ര, ഫ്ലിപ്കാർട്ട് ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ ഇന്ന സൈറ്റിൽ നിന്നാണ് ആ ഡീറ്റെയിൽസ് പോകുന്നത്, ആ സൈറ്റിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ ഏത് ഡിവൈസിൽ നിന്നാണോ പ്ലസ് ഏത് ഡിവൈസിൽ നിന്നാണോ ആ റിക്വസ്റ്റ് വരുന്നത്, ഈ 3 കാര്യങ്ങളും കൂടി ക്ലബ്ബ് ചെയ്ത് ടോക്കൺ അതായത് ഫ്ലിപ്കാർട്ട്, മിന്ത്ര ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ടോക്കൺ റിക്വസ്റ്റർ എന്ന് പറയാം. അപ്പോൾ ഈ ടോക്കൺ റിക്വസ്റ്ററും നമ്മളെ ATM കാർഡിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ നമ്മൾ ഏത് ഡിവൈസിൽ നിന്നാണോ ഈ ടോക്കൺ റിക്വസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ കൂടിയിട്ട് കാർഡ് ഇഷ്യൂ ചെയ്ത ടീമിൻ്റെ അടുത്ത് എത്തുകയും അവർ അത് ക്ലബ് ചെയ്തിട്ട് ഒരു ടോക്കൺ ക്രിയേറ്റ് ചെയ്ത് തിരിച്ചയക്കുകയും ചെയ്യും. ആ ടോക്കൺ ആണ് നമ്മുടെ ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലായാലും മിന്ത്രയിലൊക്കെ സേവ് ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്മളെ സൈറ്റ് ഹാക്ക്, അതായത് നമ്മളെ ഈ ഷോപ്പിംഗ് സൈറ്റുകളൊക്കെ എപ്പോഴെങ്കിലും സ്റ്റീൽ ചെയ്യപ്പെട്ട് കഴിഞ്ഞാലും ഈ കാർഡ് ഡീറ്റെയിൽസ് ഹാക്കേഴ്സിന്റെ കയ്യിലെത്തില്ല. കാരണം അവിടെ ഒരു ടോക്കൺ ആണ് നമ്മളത് ഹാക്കേഴ്സിന്റെ കയ്യിൽ കിട്ടുക. പക്ഷേ ഈ ടോക്കൺ കിട്ടിക്കഴിഞ്ഞാലും അവർക്കൊരിക്കലും ഈ ടോക്കണിൽ നിന്ന് ഒരിക്കലും കാർഡിന്റെ ഡീറ്റെയിൽസ് ജനറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മിന്ത്രയിൽ നിന്നാണ് നമ്മൾ ടോക്കൺ റിക്വസ്റ്റ് കൊടുക്കുന്നത്, അവിടെ ടോക്കൺ റിക്വസ്റ്റർ മിന്ത്രയാണ്. അതുപോലെ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കൊടുക്കുന്നത്, ഫ്ലിപ്കാർട്ടിൽ അവിടെ ടോക്കൺ റിക്വസ്റ്റർ ഫ്ലിപ്കാർട്ടാണ്. അപ്പോൾ ഓരോ സൈറ്റിലും, അതായത് ഓരോ ഷോപ്പിംഗ് സൈറ്റിലും ഒരേ കാർഡിന് തന്നെ വ്യത്യസ്ത ടോക്കൺ നമ്പർ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ടോക്കൺ 2 സൈറ്റുകളിലെ ടോക്കൺ നമ്മൾ എടുത്തു കഴിഞ്ഞാലും ഒരേ കാർഡിന് വ്യത്യസ്ത ടോക്കൺ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾക്ക് ഒരിക്കലും അതിനകത്ത് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അല്ലേ, ഒരു കാർഡിന് എത്ര ടോക്കൺ വരെ ആവാം. അപ്പോൾ എത്ര ടോക്കൺ വരെ ഏത് വെബ്സൈറ്റിൽ ആഡ് ചെയ്യുമ്പോഴും, അതായത് ഏത് ഷോപ്പിംഗ് സൈറ്റുകളായാലും ഏത് പേയ്മെന്റ് സൈറ്റുകളിലായാലും ഏത് സൈറ്റുകളിലായാലും ഓരോ കാർഡിനും വ്യത്യസ്ത ടോക്കൺ ഉണ്ടാവും. ഒരു കാർഡിന് എത്ര ടോക്കൺ വരെ ആവാം എന്നുള്ളതിന് ലിമിറ്റ് ഒന്നുമില്ല. അതുപോലെ ഓരോ സൈറ്റിലും ഓരോ ടോക്കൺ ആയിരിക്കും ലഭിക്കുക. നമ്മൾക്കിത് ടോക്കൺ ഡിലീറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടോ എന്നാണ് അടുത്തായി നമ്മൾക്ക് അറിയേണ്ടത്. അത് നമ്മൾക്കുള്ള സൗകര്യമുണ്ട്. നമ്മൾക്ക് ആ ടോക്കൺ ഡിലീറ്റ് ചെയ്യാനുള്ള സൗകര്യം അതത് സൈറ്റുകളിൽ തന്നെ, അതത് ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ ഉണ്ടാവും.
പിന്നെ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ രണ്ട് കാർഡ് യൂസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ സപ്പോസ് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ ഈ രണ്ട് കാര്യങ്ങളും, അതായത് ഈ രണ്ട് കാർഡിന്റെയും ടോക്കൺ ക്രിയേറ്റ് ചെയ്ത് സേവ് ചെയ്ത് വിചാരിക്കുക. അപ്പൊ നമ്മൾക്ക് ഇത് മനസ്സിലാവത്തില്ല, നമുക്ക് ടോക്കൺ കണ്ടാൽ നമ്മൾക്ക് മനസ്സിലാവത്തില്ലല്ലോ. അപ്പൊ ഏതിൻ്റെ അകത്താണ് പേയ്മെന്റ് നടത്തുന്നത് അവർ ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. അതിനായിട്ട് ഒരു സൗകര്യം ഒരുക്കിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാർഡിന്റെ അവസാനത്തെ 4 ഡിജിറ്റ് അവർ ഡിസ്പ്ലേ ആക്കി തരും. അപ്പൊ നമ്മൾക്ക് നമ്മൾ ക്രെഡിറ്റ് കാർഡോ നമ്മൾ ഡെബിറ്റ് കാർഡോ ഏത് വെച്ച് പേയ്മെന്റ് ചെയ്യേണ്ടതാണെന്ന് അതിന്റെ അവസാനത്തെ 4 ഡിജിറ്റ് നോക്കിയാൽ നമ്മൾക്ക് മനസ്സിലാവുന്നതാണ്. അതുപോലെ ഈ ടോക്കണൈസേഷന്റെ സമയത്ത് നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു OTP വരും. ആ OTP നമ്മൾ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ടോക്കൺ അതായത് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും അവിടെ സേവ് ചെയ്യപ്പെടുകയും ചെയ്യത്തുള്ളൂ. ഓക്കെ, നമുക്ക് എപ്പോൾ വേണമെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടെന്നും നമ്മൾ പറഞ്ഞിരുന്നു. ഇനി നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്, നമ്മൾ ഇത് കാർഡ് ടോക്കണൈസ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കും? അതായത് നമ്മൾ ഈ പേയ്മെന്റ് നടത്തുമ്പോൾ കാർഡ് ടോക്കണൈസേഷൻ നമ്മൾ അപ്രൂവ് കൊടുത്തില്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് പേയ്മെന്റ് നടത്താതിരിക്കുമോ അല്ലെങ്കിൽ നമ്മളെ പേയ്മെന്റ് സക്സസ് ആവാതിരിക്കുമോ എന്നൊക്കെയുള്ള ഡൗട്ട് ഉണ്ടാവും. പേയ്മെന്റ് നടത്താൻ പറ്റും, പക്ഷെ ഓരോരോ സമയത്തും നമ്മൾ പേയ്മെന്റ് നടത്താൻ ശ്രമിക്കുമ്പോഴും നമ്മൾ കാർഡിന്റെ ഡീറ്റെയിൽസ് ഫുൾ ആയിട്ട് എപ്പോഴും എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടി വരും. നമ്മൾ സാധാരണ നമ്മളത് എൻറ്റർ ചെയ്യാൻ മടിച്ചിട്ടാണ് നമ്മളത് കാർഡ് സേവ് ചെയ്യാൻ സമ്മതിക്കാറ്. അപ്പോൾ നമ്മൾക്ക് ഓരോ സമയത്തും ഈ കാർഡ് എൻറ്റർ ചെയ്ത് കൊടുക്കാനും CVV നമ്പറൊക്കെ അടിച്ചു കൊടുക്കാനും ഒക്കെയുള്ള സമയം നമുക്ക് കിട്ടുവാണെങ്കിൽ നമ്മൾക്ക് ഇത് കാർഡ് ടോക്കണൈസ് ചെയ്തിട്ടില്ലെങ്കിലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമുക്ക് അടുത്തായിട്ട് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു ചോദ്യമാണ്, ഇങ്ങനെ ടോക്കണൈസേഷൻ ചെയ്യുമ്പോൾ ബാങ്കുകൾ എന്തെങ്കിലും ചാർജ് ഈടാക്കുന്നുണ്ടോ? അങ്ങനെ ഒരു ചാർജും ബാങ്കിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മെർച്ചന്റ് സൈറ്റുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകത്തില്ല. നമ്മൾക്കിത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ഇത് ടോക്കണൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ടോക്കണൈസേഷൻ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ കാർഡ് ഡീറ്റെയിൽസ് ഹാക്കേഴ്സ് ഹാക്ക് ചെയ്ത് എടുക്കുന്നത് നമുക്ക് തടയാൻ പറ്റും. അപ്പം നിങ്ങൾ തന്നെ ചിന്തിക്കുക, കാർഡ് ടോക്കണൈസേഷൻ നല്ലതാണോ അതോ മോശമാണോ എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.